കോവിഡ് കാലം ജനങ്ങൾ മറന്നു കാണില്ലല്ലോ. കോവിഡ് കാലത്ത് നിങ്ങളെ എല്ലാവരും വീട്ടിൽ ഇരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ മരിച്ചുപോയി. കുറെ ആളുകൾ ആശുപത്രിയിൽ ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ അലഞ്ഞ് ഏകാകികളായി കിടന്നു. അപ്പോഴ് തിരുവനന്തപുരത്ത് കുന്നുകുഴിയിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ബിനു IP എന്നാണ്. അയാൾ ഓടി വീട് വിടാന്തരം നടന്നു. അയാളെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, അധ്യക്ഷനാണ്. അയാളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഉത്തരവാദിത്തമുള്ള പല ആളുകളും മൂടിപ്പൊതച്ച് കിടന്നപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ ബിജു, അതുപോലെ ബിനു IP, അങ്ങനെ തുടങ്ങിയ ചില സഖാക്കൾ മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത ആളുകളുടെ മൃതദേഹം ശാന്തി കവാടത്തിലും പൊതുവായി സംസ്കരിക്കുവാനുള്ള ഇടങ്ങളിലുമൊക്കെ PPE കിറ്റൊക്കെ ഇട്ട് സംസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രളയ കാലത്ത് ബിനു IPയുടെ ഇടപെടൽ. ബിനു IP ഒരു കൗൺസിലർ എന്ന നിലയിൽ കുന്നുകുഴിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൗൺസിലർ അല്ലാതിരുന്ന കാലഘട്ടത്തിലും കഴിഞ്ഞ ടേമിൽ അദ്ദേഹം മത്സരിച്ചത് പോലുമില്ല. മത്സരിക്കാതെ പാർട്ടി പരിപാടികളും പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ചുമതലയും വഹിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ കുന്നുകുഴി വാർഡിന് വേണ്ടി, കുന്നുകുഴിയിലെയും പാളയത്തെയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ താഴെ കമന്റുകളായി രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ, ഗുണ്ടാ പ്രവർത്തനം, ഗുണ്ട ബിനു എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ കളിയാക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ജനിക്കുന്നതിന് മുമ്പേ തന്നെ SFIയുടെ കൊടി പിടിച്ച് സമരമുഖങ്ങളിൽ പോലീസ് അടിച്ചപ്പോൾ പോലീസിന്റെ അടി കൊണ്ട് മുദ്രാവാക്യം വിളിച്ചും DYFI പ്രസ്ഥാനത്തിലും അങ്ങനെ വെള്ളക്കൊടിയിൽ നിന്ന് ചെങ്കൊടി പിടിക്കുമ്പോഴും ബിനു IP എന്നും സഖാവായിരുന്നു. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. എനിക്ക് 3 പതിറ്റാണ്ടിന്റെ അടുപ്പമുണ്ട് സഖാവ് ബിനു IPയുമായി. 3 പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ കാലഘട്ടമല്ല. 1994 എൻ്റെ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്നത് മുതൽ ബിനു IPയെ എനിക്കറിയാം. ബിനു IPയെ മാരകമായി പതിയിരുന്ന് ആക്രമിച്ച അക്രമി സംഘത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? എത്രമാത്രം ആക്രമണങ്ങൾക്ക് വിധേയനായിരുന്നു ബിനു IP? ബിനു IPയെ അങ്ങനെ ഗുണ്ട എന്ന് വിളിച്ച് അടച്ചാക്ഷേപിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നുവരെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ഈ നിമിഷം വരെയും ഒരു ഗുണ്ടാ പണിക്കും ബിനു IP പോയിട്ടില്ല. ഒരു കൊട്ടേഷൻ പണിക്കും ബിനു IP പോയിട്ടില്ല. അങ്ങനെ ഒരു ക്രിമിനൽ കേസ്, ഒഫൻസ് ബിനു IPയുടെ പേരിലില്ല. ആകെ ഉള്ള ഒരു ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നു. എന്തോ ഒരു ഇഷ്യൂ, BJP RSS ഇഷ്യൂ. അവരുമായിട്ട് അന്നത്തെ ഇഷ്യൂവിൽ ബിനു IPക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ IP ബിനുവിന്റെ വീട്ടിലേക്ക് ബിയർ ബോട്ടിൽ പൊട്ടിച്ച്, അതായത് ഫുൾ ബിയർ ബോട്ടിൽ വലിച്ചെറിയാണ്. അത് വലിയ ഉഗ്രസ്ഫോടനം പോലെയാണ് നടക്കുന്നത്. അത് വലിച്ചെറിഞ്ഞു, ചില്ലുകൾ പൊട്ടി, അച്ഛന് പരിക്കേറ്റു. ആ ഒരു അവസരത്തിൽ ബിനു IP BJPയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരം, ഇന്നത്തെ ആസ്ഥാന മന്ദിരമല്ല, നേരത്തെ താൽക്കാലികമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ആ ആസ്ഥാന മന്ദിരത്തിൽ കുമ്മനം രാജശേഖരൻ ഉള്ളപ്പോൾ തന്നെ അവിടെ പോയി കാറുകൾ അടിച്ചു പൊട്ടിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് സ്വന്തം വീടിന് നേരെ BJPക്കാര് ഇമാതിരി പോക്കൃത്തനം കാണിച്ചപ്പോൾ എതിർത്തത്. ഒറ്റയ്ക്കാണ് പോയത്. കൂട്ടുകാരൊക്കെ പിടിച്ചു വിലക്കാൻ പിന്നീട് എത്തിയതേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് പോയത്. സംസ്ഥാന കമ്മിറ്റി ആഫീസിലേക്കാണ് പോയത്. ബിനു IP അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബിനു IPയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചില്ലേ? AKG സെന്ററിന് നേരെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒളിച്ചും പാത്തും നടക്കുന്ന KSUക്കാരന്മാരും വന്ന് പടക്കമെറിഞ്ഞിട്ട് പോയപ്പോ ആദ്യം പറഞ്ഞത് എന്താണ്? ബിനു IPയാണ് ചെയ്തത്. ആ രാത്രി, ആ സംഭവം നടക്കുന്ന അതേ രാത്രി ഞാനും ബിനു IPയും ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നതാണ്. ആ സമയത്ത് ഞാനും ബിനു IP ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിശയിച്ചു. പിറ്റേ ദിവസം ബിനു IPയാണ് ഇത് ചെയ്തത് എന്ന് വാർത്തകൾ വരുന്നു. ഞാൻ അതിശയിച്ചു പോയി. ഇങ്ങനെ ഒരു മറിമായം സംഭവിക്കുമോ? അവൻ എന്നോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അക്രമം നടക്കുന്നത് എന്നൊക്കെ. അങ്ങനെ ബിനു IPയെ ഗുണ്ടയാക്കാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബിനു IP ഗുണ്ടയല്ല. ബിനു IPക്ക് പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് 62 കേസുകൾ ഉണ്ടായിരുന്നു. 62 കേസുകളും സമരവുമായി ബന്ധപ്പെട്ട കേസുകളായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ഗുണ്ടായിസത്തെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇനി രണ്ടാമത്, ബിനു IP ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്നൊക്കെയാണ് ആരോപണം. അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു ചെറിയ ഹോട്ടലായിരുന്നു. അവര് കാലാകാലങ്ങളിൽ ഹോട്ടൽ ബിസിനസ്, ആദ്യം ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു, കാറുകൾ ഉണ്ടായിരുന്നു, എല്ലാം ഇവന്റെ
ഈ പാർട്ടി പ്രവർത്തനവും കേസും കാരണം വിറ്റ് തുലയ്ക്കേണ്ടി വന്ന ഒരു കുടുംബമാണ്. അങ്ങനെ അതായത് ഉണ്ടായിരുന്ന സമ്പത്തിലെ ബഹുഭൂരിഭാഗം സമ്പത്തും ഇവന് വേണ്ടി ബിനു ഐ പി ഉണ്ടാക്കുന്ന പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന സംഭവങ്ങൾ, അതിനകത്ത് കേസ് വഴക്ക്, അതിന് ചെലവഴിച്ച് തീർന്നു പോയതാണ്. പിന്നെ ബിനു ഐ പിയുടെ കൂടെ പഠിച്ച കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ പറയട്ടെ, ബിനു ഐ പിയുടെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ വീട് എന്ന് പറയുമ്പോൾ ഹോട്ടലിൽ തന്നെയാണ്, അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഇറങ്ങിയ ഏതെങ്കിലും മഹാന്മാരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. പൈസ കൊടുത്തിട്ടാണ് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നപ്പോൾ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതെന്ന് പറയാം. ബിനു ഐ പിയെ ചില ആളുകൾ കാണാൻ ചെല്ലും. പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ആരുടെയും കയ്യിൽ കാശൊന്നുമില്ലല്ലോ. ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണുകളോ അല്ലെങ്കിൽ ATM കാർഡുകളോ അതൊന്നും കുട്ടികളുടെ കയ്യിലില്ല. വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നവർക്കോ സംസ്കൃത കോളേജിൽ പഠിക്കുന്നവർക്കോ കയ്യിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ബിനു ഐ പിയുടെ വീട്ടിൽ പോയി ബിനു ഐ പിയെ കാണുമ്പോൾ ബിനു ഐ പി എന്താണ് ചെയ്യുന്നത്? അച്ഛനോ അമ്മയോ കൗണ്ടറിലുണ്ടാകും, ചായക്കടയുടെ ആ ഹോട്ടലിന്റെ. അവിടെ പോയി കൈയിട്ട് വരും. ചില്ലറയാണെങ്കിൽ ചില്ലറ, 5 രൂപ 2 രൂപ നോട്ടുകളാണെങ്കിൽ നോട്ട്. ഇതെല്ലാം കൊണ്ട് ഇവിടെ വിശന്നിരിക്കുന്ന സഖാക്കൾക്ക്, SFIക്കാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെയാണ് ബിനു ഐ പി ചെയ്തിട്ടുള്ളത്. ഇനി ആ കെട്ടിടമൊക്കെ ബിനു ഐ പി ആരൊക്കെ കോടികളുടെ ഒരു കൊള്ളയടിച്ചുണ്ടാക്കി, അങ്ങനെ ഒന്നുമല്ല. അതൊക്കെ പരിശോധിച്ച് നോക്കണം. അങ്ങനെ ഒരു കൊള്ളയും ബിനു ഐ പി അടിച്ചിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഒരു സിംഗിൾ രൂപ അവന് കൊടുക്കുകയാണെങ്കിൽ അതിന് റെസിപ്റ്റ് കിട്ടും. നിങ്ങൾക്ക് പാർട്ടിയുടെ റെസിപ്റ്റ് കിട്ടും. ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ്. കുന്നുകുഴി വാർഡിലെ കൗൺസിലർ ആയിരുന്ന സമയത്ത് ബിനു ഐ പിക്കൊപ്പം പല അവസരങ്ങളിലും അവിടെയുള്ള പല വീടുകളിലും ഞാൻ പോയിട്ടുണ്ട്. പല അവസരങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചില വീടുകളിൽ നിന്ന് അവർ പറയും, സഖാവേ ഇതിരിക്കട്ടെ, പാർട്ടി പ്രവർത്തനത്തിന് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ബ്രാഞ്ചിലെ ബന്ധപ്പെട്ട നേതാവിനെ ഫോണിൽ വിളിച്ചു വരുത്തി ആ കാശ് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുന്ന വ്യക്തിയാണ് ബിനു ഐ പി. ഇത് നമുക്ക് ഒരാളെ തേജോവധം ചെയ്യാം. ഇലക്ഷന് തോൽവി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, വിജയം എന്ന് പറയുന്നതും സ്വാഭാവികമാണ്. അത് ആർക്കും എപ്പോഴും സംഭവിക്കാം, വിജയിക്കാം, പരാജയപ്പെടാം. കുന്നുകുഴി വാർഡ് ഒരു കോൺഗ്രസ് വാർഡാണ്. അവിടെ കോൺഗ്രസിന് റിബലായി ഒരാൾ നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എങ്കിൽ യഥാർത്ഥ സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് തോൽക്കും, മറ്റേതെങ്കിലും കക്ഷിയിൽപ്പെട്ട നേതാക്കൾ ജയിച്ചു വരും. ബിനു ഐ പി കുന്നുകുഴിക്ക് വേണ്ടി ചെയ്ത നന്മകൾ, കുന്നുകുഴിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ കാരണം ജനങ്ങൾ ബിനു ഐ പിക്ക് വോട്ട് ചെയ്യും, ബിനു ഐ പി അവിടെ ജയിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി ബിനു ഐ പിയെ അവിടെ പോരാടാൻ നിയോഗിക്കുന്നത്. ഇനി പോരാട്ടം എന്ന വാക്ക് പറയുമ്പോൾ ഗുണ്ടാപ്പണിക്ക് നിയോഗിച്ചു എന്നല്ല, അവിടുത്തെ ജനങ്ങളുടെ ജനവിധി തേടാൻ നിയോഗിച്ചത്. വളരെ കൃത്യമായി തന്നെ ബിനു ഐ പി പ്രവർത്തിച്ചു, വളരെ കൃത്യമായി തന്നെ പാർട്ടിക്കാർ പ്രവർത്തിച്ചു. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ ഉറച്ച വാർഡാണ്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മേരി പുഷ്പം ജയിച്ചു. ബിനു ഐ പി തോറ്റു എന്ന് പറഞ്ഞ് ബിനു ഐ പി തോറ്റു, ശരിയാണ്, ഒരുപാട് പേര് തോറ്റില്ലേ. ഈ ബിനു ഐ പിയെ മാത്രം എന്തിനാണ് കടന്നാക്രമിക്കുന്നത്? അയാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ളതുകൊണ്ട്, ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട്. ബിനു ഐ പിക്ക് ഒരു സ്വന്തം പേജ് പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? സാധാരണ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള ഒരു പേജ് മാത്രമാണ്. അയാളോട് പലരും പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പേജൊക്കെ തുടങ്ങിയതെങ്കിൽ അതിൽ നിന്ന് ഒരുപക്ഷെ വരുമാനമൊക്കെ കിട്ടിയേനെ എന്നൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെയും അങ്ങോട്ട് പോയി വിളിച്ചിട്ട് എൻ്റെ പേജ് ലൈക്ക് ചെയ്യണേ എന്ന് പറയുന്ന വ്യക്തിയല്ല. പിന്നെ അയാൾ ഇടുന്നത് രക്തസാക്ഷികളുടെ ഓർമ്മദിനം, അങ്ങനെയുള്ള ഫോട്ടോസ് വരും, നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, പ്രസംഗങ്ങൾ, അതിനൊപ്പം അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ, അങ്ങനെയുള്ള പോസ്റ്റുകൾ എങ്ങനെ പൊങ്ങച്ചമാകും? എത്ര ആളുകളെയാണ് ബിനു ഐ പി സഹായിച്ചിട്ടുള്ളത്? മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഐ പി സഹായിക്കാറുണ്ട്. മനുഷ്യത്വമുണ്ട്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം തലസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, വളർന്നു വരുന്ന യുവ നേതാവ് എന്ന് പറയുമ്പോൾ ബിനു ഐ പിയുടെ മുഖം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ ആ ബിനു ഐ പിയെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കൂടി കുറെ ആളുകൾ ചേർന്ന് കടന്നാക്രമിക്കുന്നത്. ഗുണ്ട ബിനു. ഒരു ഗുണ്ടായുസത്തിനും ബിനു പോയിട്ടില്ല, ഇനിയൊട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം 3 പതിറ്റാണ്ടിന്റെ ബന്ധം എനിക്കും ഐ പിക്കും തമ്മിലുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം, ഇങ്ങനെ ഒരാളെ തേജോവധം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി വൈരാഗ്യമുണ്ടാകാം, വ്യക്തിപരമായി വിരോധമുണ്ടാകാം. അതൊന്നും അയാളുടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പന്താടി അയാളുടെ കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ മാനഹാനി ഉണ്ടാക്കി വയ്ക്കലല്ല സോഷ്യൽ മീഡിയയിലെ ഈ അന്ധകന്മാരുടെ ചുമതല അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് വരേണ്ടത്. അയാൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അയാൾക്ക് സഹോദരങ്ങളുണ്ട്.
ആ സഹോദരങ്ങൾക്കൊക്കെ കൃത്യമായി അറിയാം. മക്കൾക്ക് ഒരുപക്ഷെ എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രമൊന്നും വളർന്നു വന്ന വഴിയൊന്നും അറിയണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം മാത്രമേ അവർക്ക് അറിവുണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് വളർന്ന നേതാവായതെന്ന്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വളർച്ച സംഭവിച്ചതെന്ന്, അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. അപ്പോ ഇങ്ങനെ ഒന്നും അറിയാതെ ചുമ്മാ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന സോഷ്യൽ മീഡിയ ഭ്രമമുണ്ടല്ലോ, അതൊക്കെ വെറും നീചമായ സംഭവമാണ്. ബിനു ഐ.പി. സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ബിനു ഐ.പി. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. ബിനു ഐ.പി. കറകളഞ്ഞ നേതാവാണ്. ബിനു ഐ.പി. കറകളഞ്ഞ മനുഷ്യസ്നേഹിയാണ് എന്ന് ഉറപ്പിച്ച് ആണയിട്ട് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല.